പ്രിയപ്പെട്ടവരെ, ഞാൻ പോൾ, മഹാറാണി ജ്വല്ലറി, ഷൺമുഖ റോഡ്, മേനക ജംഗ്ഷനിൻ്റെ അടുത്ത് കാണുന്ന ഷോപ്പാണ്. ഞാനിവിടെ ഒരു 45 വർഷത്തോളമായിട്ട് വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു മറൈൻ ഡ്രൈവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100-150 മീറ്ററിനകത്ത് ഒരു 6-7 ഷോപ്പിംഗ് മാളുകൾ, അതിൻ്റെ മേലെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം പറഞ്ഞാൽ ഏകദേശം ഒരു 400-500 കുടുംബക്കാർ താമസിക്കുന്നത് 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽസ് വരെ ഇവിടെയുണ്ട്. 2-3 ബാറ്, നിറച്ച് ഹോട്ടൽസ്, അതുപോലെ തന്നെ വ്യാപാര സമുച്ചയങ്ങൾ, നിറച്ച് ആൾക്കാർ വന്നിറങ്ങി പോകുന്ന ഒരു സ്ഥലം. 4 ബസ് സ്റ്റോപ്പ്. കേരളത്തിൽ തന്നെ ഇത്രയധികം ആൾക്കാർ വന്ന് കയറി ഇറങ്ങി പോകുന്ന വേറൊരു ജംഗ്ഷൻ കാണില്ല. ഇത്രയും ആൾക്കാർ വന്നിറങ്ങി പോകുന്നതായ ഈ സ്ഥലത്ത്, ജംഗ്ഷനിൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പോലും ഫുട്പാത്തിനകത്ത് സ്ഥലമില്ല. എല്ലാത്തിനേക്കാൾ അപ്പുറത്തെ റോഡിലേക്ക് ഒന്ന് പാസ് ചെയ്യാനായിട്ട്, ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ വളരെ സ്പീഡിൽ വരുന്ന ബസ്സുകളും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരവസ്ഥ. നിരന്തരം ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. കാരണം ഇവിടെ ഫുട്പാത്ത് ആകെ 1.5 മീറ്റർ വീതിയേ ഉള്ളൂ. റോഡുള്ള വീതിയുള്ളതായ സ്ഥലത്ത് ആ റോഡിൻ്റെ വീതി കുറച്ച് അവരിപ്പോൾ ഫുട്പാത്ത് കച്ചവടക്കാർക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. വഴിപോക്കരും നടന്നു പോകുന്ന ആൾക്കാരും ഫാമിലി, വയസ്സായ ആൾക്കാർ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സാധിക്കുന്നില്ല. അതിനേക്കാൾ അപ്പുറത്ത് ധാരാളം വ്യാപാരികൾ, ലക്ഷങ്ങൾ വാടക കൊടുത്തിരിക്കുന്ന വ്യാപാരികൾ, ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ളതായ ഫുട്പാത്ത് കച്ചവടക്കാർ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചും അങ്ങനെയൊക്കെ എല്ലാ ദിവസവും രാവിലെ വരുന്ന അവരുടെ സ്വന്തം വാഹനത്തിലാണ് സർക്കസ് കൂടാരങ്ങൾ അടിക്കുന്നത് പോലുള്ളതായ ഇരുമ്പിൻ്റെ ഫാബ്രിക്കേഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരിവിടെ മാന്യമായി ബിസിനസ് ചെയ്തു പോകുന്നു. അവരുടെ ബിസിനസ്സിന് നമുക്ക് തടസ്സം നിൽക്കുന്നില്ല. അവരൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളാണ്. പക്ഷെ അവർക്ക് അവരുടെ രീതിയിലായ, അവർക്ക് ചേർന്ന രീതിയിലായ ഒരു സ്ഥലം കോർപ്പറേഷൻ കണ്ടെത്തി കൊടുക്കണമേ എന്നൊരു അപേക്ഷയുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ടുള്ളതായ ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ, വാടക കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കടം മുന്നിൽ മറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതെല്ലാം അധികൃതരുടെ മനസ്സിലേക്ക് ഇത് ഒന്ന് പോയിൻ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.